നമസ്കാരം. രോഗപ്രതിരോധശേഷി കുറഞ്ഞിരിക്കുന്ന കർക്കിടക മാസത്തിൽ മഴക്കാല രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ സമയത്ത് നല്ല ഭക്ഷണം കഴിക്കുക എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് എളുപ്പം ദഹിക്കുന്നതും പുളിപ്പ്, ഉപ്പ് തുടങ്ങിയ രസങ്ങളുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കാം. അടുത്തതായിട്ട് ചവർപ്പ്, എരിവ്, കയ്പ്പ് കുറയ്ക്കുക. ഇത് വാതദോഷം വർദ്ധിപ്പിക്കും. രാത്രിയിൽ ചൂട് കഞ്ഞി കുടിക്കാം. ജീരകക്കഞ്ഞി, ഉലുവക്കഞ്ഞി, ചെറുപയർ കഞ്ഞി, പൊടിയരിക്കഞ്ഞി ഒക്കെ നല്ലതാണ്. പിന്നെ ഈ ഔഷധക്കഞ്ഞി ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ കർക്കിടക സമയത്ത് കഴിക്കുന്ന ഔഷധക്കഞ്ഞി രാവിലെ കുടിക്കുന്നതാവും നല്ലത്. രണ്ടാമതായിട്ട് ഭക്ഷണത്തിൽ പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമീകൃത ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ചെറുപയർ വെച്ച് സൂപ്പൊക്കെ ആക്കി കഴിക്കുന്നത് നല്ലതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറുപയർ, മല്ലി, ചുക്ക്, കറിവേപ്പില, ചുമന്നുള്ളി ഒക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ച് അരിച്ചെടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പൊക്കെ ചേർത്ത് സൂപ്പാക്കിയിട്ടും കഴിക്കാം. അടുത്ത ഈ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിലും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ ഇതിൽ നിന്ന് ലഭിക്കും. നെയ്യ് ദഹനശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ എണ്ണ കുറച്ചിട്ട് നെയ്യ് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുടിക്കാനായിട്ട് ഇളം ചൂടുവെള്ളം ഈ സമയത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പുതിനയില, കുരുമുളക് ഇവയെല്ലാം ചേർത്തിട്ട് ഒരു രസമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. രാവിലെ വെറും വയറ്റിൽ ഈ മുക്കുടി സേവ എന്നൊരു പഴക്കവും ഈ സമയത്തുണ്ട്. അതായത് കുരുമുളക്, പുളിയാറിലയൊക്കെ അരച്ചിട്ട് ഒരു ഗ്ലാസ് മോരിൽ കലക്കിയിട്ട് തിളപ്പിച്ച് അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഈ മുക്കുടി സേവ എന്ന് പറയുന്നത്. സന്ധിവേദനയും ശരീരവേദനയും ഒക്കെ ഉള്ളവർ തവിടപ്പം കഴിക്കുന്ന ഒരു ശീലവും ഈ സമയത്തുണ്ട്. അതായത് കുറച്ച് തവിട് കുഴച്ചിട്ട് അതൊരു വാഴയിലയിൽ പരത്തി അതിൽ ശർക്കര, തേങ്ങ, ജീരകം പൊടിച്ചതൊക്കെ ഇവ ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പഴക്കമാണിത്. പിന്നെ കർക്കിടക മാസത്തിൽ പത്തിലക്കറി ആരോഗ്യത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ്. ഈ പത്തില എന്ന് പറയുമ്പോൾ അതിൽ കുമ്പളനില വരും, ചെറു ചീരയില, താള്, തകരയില, പയറില, എരുമത്തൂവയില, ചെറു കടലാടിയില, മത്തനില, തഴുതാമയില, തൊഴുകണ്ണിയില എന്നിവ ചേർത്തുണ്ടാക്കുന്നതാണ് ഈ പത്തിലക്കറി. ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണിത്. പിന്നെ ഈ പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. നേരത്തെ ഉറങ്ങാനും നേരത്തെ എണീക്കാനും ശ്രമിക്കുക. പകലുറക്കം മാക്സിമം ഒഴിവാക്കുക. രാത്രിയിൽ ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. എണ്ണ തേച്ചുള്ള കുളിയാണ് മറ്റൊരു പ്രധാന കാര്യം. അതായത് നെറുകയിൽ കുറച്ച് എണ്ണ വെച്ച് കുളിക്കുന്നത് തലയ്ക്കും കണ്ണിനും ഒക്കെ അത്യുത്തമമാണ്. ആഴ്ചയിൽ ഒരിക്കൽ ദേഹം മുഴുവൻ എണ്ണ പുരട്ടി ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും വളരെ നല്ലതാണ്. കുളി കഴിഞ്ഞിട്ട് ലേശം രാസ്നാദിപ്പൊടി നെറുകയിൽ ഇടുന്നതും നീരിറക്കം തടയാനും തലവേദന പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നല്ലതാണ്. കുളിക്കുന്ന വെള്ളത്തിൽ വേണമെങ്കിൽ നാൽപ്പാമരപ്പട്ട, പുളിയില, ആര്യവേപ്പില, പ്ലാവില, ആവണക്കില ഒക്കെ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളത്തിൽ കുളിക്കുന്നത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാണ്. ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കുളിർമ ലഭിക്കാനും നല്ല ഉറക്കം ലഭിക്കാനും ഈ എണ്ണ തേച്ച് കുളി നമ്മളെ സഹായിക്കും. ഈ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന ഈ ശീലങ്ങൾ ഒക്കെ ആയിരിക്കും അവരെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് ദീർഘായുസ്സും ആരോഗ്യവും ഒക്കെ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശീലങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലും ഈ സമയത്ത് പ്രാവർത്തികമാക്കുന്നത് വളരെ നല്ലതായിരിക്കും.